നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന മറ്റൊരു കഥയാണ് ചെമ്പ്രയെഴുത്തച്ഛൻ. ചെമ്പ്രയെഴുത്തച്ഛൻ്റെ ഗ്രഹം ബ്രിട്ടീഷ് മലബാറിൽ വള്ളുവനാട് താലൂക്കിൽ തിരുവേഗപ്ര അംശത്തിൽ ചെമ്പ്രദേശത്ത് പള്ളിപ്പുറം തീവണ്ടി സ്റ്റേഷനിൽ നിന്ന് ഒരു 1.5 നാഴിക വടക്കുമാറിയാണ്. ഇവർക്ക് സാമൂതിരിക്കോവിലകത്ത് പെൺവഴി തമ്പുരാക്കന്മാരിൽ മൂപ്പായ അമ്പാടിക്കോവിലകത്ത് വലിയ തമ്പുരാട്ടിയാണ് എഴുത്തച്ഛൻ എന്നുള്ള സ്ഥാനം കൊടുത്തിട്ടുള്ളത്. ഈ സ്ഥാനം തറവാട്ടിലേക്കായി കൊടുത്തിട്ടുള്ളതായതുകൊണ്ട് ആ കുടുംബത്തിലുള്ളവരും ഉണ്ടായിരുന്നവരും ഇനി ഉണ്ടാകുന്നവരും എല്ലാം എഴുത്തച്ഛന്മാർ തന്നെയാണ്. സാധാരണയായിട്ട് കുട്ടികളെ എഴുത്തിനിരുത്തുകയും എഴുത്ത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ തെക്കൻ ദിക്കുകളിൽ ആശാന്മാര് എന്നാണല്ലോ പറഞ്ഞു വരുന്നത്. വടക്കൻ ദിക്കുകളിൽ എഴുത്തച്ഛന്മാരെന്ന് പറയപ്പെടുന്നവരുടെ പ്രധാന തൊഴിലും കുട്ടികളെ എഴുത്തിനിരുത്തിയും എഴുത്ത് പഠിപ്പിക്കുകയും തന്നെയാണ്. അതുകൊണ്ട് എഴുത്തച്ഛൻ എന്നുള്ളത് ആശാൻ എന്നുള്ളതിൻ്റെ പര്യായ പദമാണെന്നും ഇതൊരു ജാതിപ്പേരല്ലെന്നും ഈ 2 പദങ്ങൾക്കും ഗുരു എന്ന് മാത്രമാണ് അർത്ഥമെന്നും എൻ്റെ കഥാപ്രേമികൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ ജാതിയിൽ ചക്കാലനായിരുന്നു എന്നാണല്ലോ പ്രസിദ്ധി. അദ്ദേഹത്തെ തുഞ്ചത്ത് ഗുരു എന്നും നമ്മൾ പറയാറുണ്ടല്ലോ. ആധാതാവ്, അന്നദാതാവ്, ഉപനേതാവ്, വിദ്യാദാതാവ്, ഭയത്രാതാവ്, ഈ 5 പേരും പിതാക്കന്മാരാണെന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് തന്നെ എഴുത്തച്ഛൻ എന്നുള്ള വാക്ക് ഏറ്റവും ശരിയായിട്ടുള്ളത് തന്നെയെന്ന് ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. ചെമ്പ്ര എഴുത്തച്ഛന്മാരും അവരുടെ പ്രധാന തൊഴിലാക്കി വച്ചിരിക്കുന്നത് സ്വദേശത്തുള്ള അബ്രാഹ്മണ ബാലന്മാരെ എഴുത്തിനിരുത്തുകയും എഴുത്ത് പഠിപ്പിക്കുകയും തന്നെയാണ്. എങ്കിലും മന്ത്രവാദം നിമിത്തമാണ് അവർക്ക് പ്രസിദ്ധി സിദ്ധിച്ചിട്ടുള്ളത്. മന്ത്രവാദം ഈ കുടുംബക്കാർക്ക് മുൻപിനാലെ ഉള്ളതാണ്. എങ്കിലും മാക്കു എന്ന പേരായിരുന്ന ഒരു എഴുത്തച്ഛൻ്റെ കാലം മുതൽക്കാണ് തന്നിമിത്തമുള്ള ഖ്യാതി ലോകത്തിൽ അങ്ങട് സർവത്ര വ്യാപിച്ചത്. മാക്കു എന്ന് പറയുന്ന എഴുത്തച്ഛൻ മന്ത്രവാദം പഠിച്ചത് കാക്കശ്ശേരി ഭട്ടതിരിയുടെ അടുക്കൽ നിന്നാണ്. ചെമ്പ്ര എഴുത്തച്ഛന്മാരുടെ കുടുംബ പരദേവത വേട്ടയ്ക്കൊരു മകനാണെങ്കിലും മാക്കു എന്ന എഴുത്തച്ഛൻ ഗണപതിയെ സേവിച്ച് പ്രത്യക്ഷപ്പെടുത്തുക കൂടി ചെയ്തിരുന്നു. അദ്ദേഹം ഗണപതിയെ സ്വന്തം ഗൃഹത്തിന് സമീപം പ്രതിഷ്ഠിച്ച് പതിവായി പൂജയും കർക്കിടക മാസത്തിൽ 12 ദിവസവും മണ്ഡലകാലം മുഴുവനും, അതായത് വൃശ്ചികം 1-ാം തീയതി മുതൽ 41 ദിവസം വരെ അത് മുഴുവനും മുടങ്ങാതെ ഗണപതി ഹോമവും നടത്തിയിരുന്നു. ആ ഗണപതിയെ ഇപ്പോഴും ആ ഗൃഹത്തിലുള്ളവർ സ്വയമേവ പതിവായി പൂജിച്ചു വരണ്ട്. മന്ത്രവാദം സംബന്ധിച്ച് മാക്കു എന്ന എഴുത്തച്ഛൻ അനേകം അത്ഭുത കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അവയിൽ ചിലത് മാത്രം ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാം. പൊന്നാനി താലൂക്കിലുള്ള ചൊവ്വരത്തുമനക്കിലെ ഒരു അന്തർജനം ആരുടെയോ ഉപദേശപ്രകാരം ഹനുമാനെ അങ്ങോട്ട് സേവിച്ചു തുടങ്ങി. സേവയിൽ എന്തോ തെറ്റുപറ്റിയതുകൊണ്ട് അന്തർജനത്തിന് ബുദ്ധിഭ്രമം പിടിപെട്ടു. അത് ക്രമേണ വർദ്ധിച്ച് മുഴുഭ്രാന്തായി തീർന്നു. അനേകം മന്ത്രവാദികളെ മനക്കൽ വരുത്തി പല വിധത്തിലുള്ള മന്ത്രവാദങ്ങളൊക്കെ ചെയ്യിച്ചു. പക്ഷേ ഒന്നുകൊണ്ടും ഭ്രാന്തിന് യാതൊരു ഭേദവും ഉണ്ടായിരുന്നില്ല. വലിയ വലിയ മരത്തുമ്മേലും പുരയുടെ മുകളിലും മറ്റും കയറി പാദങ്ങൾ എവിടെയെങ്കിലും ഉറപ്പിച്ച് തല കീഴായി തൂങ്ങിക്കിടക്കുക, കിണറ്റിൽ ചാടുക, മനുഷ്യർക്കാർക്കും ഇളക്കാൻ പോലും വയ്യാത്ത വലിയ കല്ലുകൾ നിഷ്പ്രയാസം എടുത്തുകൊണ്ട് നടക്കുക മുതലായ അത്ഭുത കർമ്മങ്ങളും മന്ത്രവാദത്തിനായി ചെല്ലുന്നവരുടെ മുഖത്ത് തുപ്പുക,
ചെകിട്ടത്തടിച്ച് അവരെ ഓടിക്കുക മുതലായ ആക്രമണങ്ങളുമാണ് ആ അന്തർജനം ഭ്രാന്ത് നിമിത്തം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു നിവൃത്തിയും ഇല്ലാണ്ടായി തീർന്നപ്പോൾ ഒടുക്കം മാക്കു എന്ന എഴുത്തച്ഛനെ മനക്കൽ വരുത്തി വിവരമൊക്കെ അങ്ങോട്ട് പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ നമ്മുടെ മാക്കു എന്ന എഴുത്തച്ഛൻ ഒന്ന് ഒഴിഞ്ഞു നീക്കുന്നതിനും ഒരു ബലി കൊടയ്ക്കും വേണ്ടുന്ന സാമാനങ്ങൾക്ക് ചുരുക്കത്തിൽ ഒരു ചാർത്ത് എഴുതി കൊടുത്തു. പക്ഷേ ആ ചാർത്ത് കണ്ടപ്പോൾ മനക്കലെ കാര്യസ്ഥൻ പറഞ്ഞു, ഇതിനേക്കാൾ കേമായി വട്ടങ്ങൾ കൂട്ടി വലിയ വലിയ മന്ത്രവാദങ്ങൾ പലരും നടത്തിയിട്ട് മാറാത്ത ഈ ഭ്രാന്ത് ഇത്രയും കൊണ്ടാണോ ഇനി മാറാൻ പോണത്? വിശേഷം തന്നെ എന്ന് ആരും കേൾക്കാതെ ഹാസ്യമായി അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ കാര്യസ്ഥൻ ഹാസ്യരൂപത്തിൽ പറഞ്ഞു എന്നുണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം തെറ്റുകൂടാതെ എല്ലാം ഒരുക്കി അങ്ങോട്ട് തയ്യാറാക്കി കൊടുത്തു. അങ്ങനെ നേരം 7:30 നാഴിക ഇരുട്ടിയതിൻ്റെ ശേഷം എഴുത്തച്ഛൻ 4 കെട്ടിൽ ഒരു സ്ഥലത്തിരുന്ന് പൂജ തുടങ്ങി. ആ സമയം കാര്യസ്ഥൻ പടിപ്പുര മാളിക ചുവട്ടിൽ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ ആരോ അയാളുടെ തലക്കിട്ടടിക്കുന്നതായി തോന്നി. അയാൾ കണ്ണു തുറന്ന് നോക്കിയിട്ട് ആരെയും കണ്ടൂല്ല. ഇങ്ങനെ പല പ്രാവശ്യമായപ്പോൾ കിടക്കാൻ നിവർത്തിയില്ലാതെ കാര്യസ്ഥൻ എണീറ്റ് എഴുത്തച്ഛൻ്റെ അടുക്കൽ ചെന്ന് വിവരം അങ്ങോട്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ മാക്കൻ എന്ന എഴുത്തച്ഛൻ പറഞ്ഞു, ഹേയ്, നിങ്ങൾ എൻ്റെ മന്ത്രവാദത്തെയോ എന്നെയോ പറ്റി ഹാസ്യമായിട്ട് വല്ലതും വിചാരിക്കോ പറയോ അങ്ങനെ വല്ലതും ഉണ്ടായോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ കാര്യസ്ഥൻ പരമാർത്ഥമൊക്കെ അങ്ങോട്ട് സമ്മതിച്ച് പറയുകയും ക്ഷമായാചനം ചെയ്യുകയൊക്കെ ചെയ്തു. അത് കേട്ടപ്പോൾ എഴുത്തച്ഛൻ പറഞ്ഞു, ആട്ടെ, ഇപ്പം കുഴപ്പമില്ല. ഇനി അങ്ങനെയുള്ള വിഡ്ഢിത്തം വിചാരിക്കുകയും പറയുകയും ഒന്നും ചെയ്യരുത്. ആ സ്ഥലത്ത് നിന്ന് മാറി എവിടെയെങ്കിലും ഒന്ന് പോയി ഒതുങ്ങിക്കിടന്നോളൂ. ഉപദ്രവമൊന്നും ഇനി ഉണ്ടാവില്ല എന്ന് എഴുത്തച്ഛൻ പറഞ്ഞു. അങ്ങനെ കാര്യസ്ഥൻ സ്ഥലം മാറി കിടക്കുകയും ചെയ്തു. പിന്നെ ഉപദ്രവമൊന്നും ഉണ്ടായിട്ടുമില്ല. എഴുത്തച്ഛൻ പിന്നെയും പൂജ മുറയ്ക്ക് അങ്ങോട്ട് നടത്തിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഒരു മുറിക്കകത്തിരുന്ന ആ അന്തർജനം പെട്ടെന്ന് ചാടി എണീറ്റ് 4 കെട്ടിലേക്ക് ചെന്നു. ഇത് തന്നെ തല്ലാനുള്ള വരവാണെന്നറിഞ്ഞ് എഴുത്തച്ഛൻ വേഗത്തിൽ എണീറ്റ് പുറത്തേക്കിറങ്ങി. പിന്നാലെ അന്തർജനവും എത്തി. എഴുത്തച്ഛൻ മുമ്പിലും അന്തർജനം പിറകിലുമായി പുരയ്ക്ക് 3 പ്രദക്ഷിണം അങ്ങോട്ട് ഓടി. ആ സമയത്ത് ഗണപതിയുടെ മൂലമന്ത്രം ജപിച്ച് ഗണപതിയെ ധ്യാനിച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ ഓടിയത്. 3 പ്രദക്ഷിണം ഓടിയതിൻ്റെ ശേഷം എഴുത്തച്ഛൻ ഒന്ന് തിരിഞ്ഞു നിന്നു. അപ്പോ അന്തർജനവും അവിടെ നിന്നു. ഉടനെ തന്നെ അന്തർജനം അയ്യോ അയ്യോ വയ്യ, അയ്യോ എന്നെ ഈ ഒറ്റക്കൊമ്പനെ കൊണ്ട് കുത്തിക്കല്ലേ, എന്നെ രക്ഷിക്കണേ, എന്നെ ഈ ഒറ്റക്കൊമ്പൻ കുത്താൻ വരണേ, എന്നെ രക്ഷിക്കണേ, ഞാൻ ഈ ദിക്ക് വിട്ടു പോയിക്കൊള്ളാമേ എന്ന് നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നു. അത് കേട്ടപ്പോൾ എഴുത്തച്ഛൻ പറഞ്ഞു, എന്നാ ഇനി വരിക, അകത്തേക്ക് വരിക എന്ന് പറഞ്ഞ് എഴുത്തച്ഛൻ 4 കെട്ടിലേക്ക് കടന്നു. അന്തർജനവും പിന്നാലെ ചെന്നു. അവിടെ വച്ച് അന്തർജനത്തെ ബാധിച്ചിരുന്ന ദേവത പൊന്നും വിളക്കും പിടിച്ച് സത്യം ചെയ്ത് ഒഴിഞ്ഞുപോയി. അതോടുകൂടി അന്തർജനത്തിൻ്റെ ഭ്രാന്തും ഭേദായി. അന്തർജനത്തിൻ്റെ ഭർത്താവായ നമ്പൂതിരിപ്പാട് എഴുത്തച്ഛന് പലവിധ സമ്മാനങ്ങളും കൊടുത്ത് സന്തോഷിപ്പിച്ച് അങ്ങോട്ട് അയക്കുകയും ചെയ്തു. ഇത് കൂടാണ്ട് നമ്മുടെ എഴുത്തച്ഛൻ്റെ ദേശത്തിന് സമീപം മരുതൂര് അംശത്തിൽ വലിയ ധനികനായ ചെള്ളാപ്പുള്ളി മേനോൻ 8 കെട്ടും മാളികയായിട്ട് ഒരു പുര പണിയിച്ചു. ആ പുരപണിക്ക് കെട്ടിയ മാലിപ്പുരയുടെ നടുത്തൂണ് നടുമുറ്റത്താണ് കുഴിച്ചിട്ടിരുന്നത്. പുരപണി കഴിഞ്ഞതിൻ്റെ ശേഷം മാലിപ്പുര പൊളിച്ചു മാറ്റി. എങ്കിലും നടുത്തൂണ് അവിടെ നിന്ന് എടുത്തു മാറ്റാൻ ഒരു മാർഗവും കണ്ടില്ല. അങ്ങനെ മേനോൻ ഏറ്റവും വിഷണ്ണനായി തീർന്നു. തൂണ് വളരെ വണ്ണവും നീളവുമുള്ള ഒരു ഒറ്റത്തടിയായിരുന്നു. മേനോൻ
പലരെയും വരുത്തി കാണിച്ചു. പുരയ്ക്ക് കേടുപറ്റാതെ നടുമുറ്റത്തു നിന്ന് ഈ തൂണ് മാറ്റുന്ന കാര്യം അസാധ്യമാണെന്നായിരുന്നു എല്ലാവരുടെയും മറുപടി. അവസാനം മേനോന് അങ്ങട് കുണ്ഠിതം ദുസ്സഹായി തീർന്നു. ഒടുക്കം മേനോൻ മാക്കു എന്ന എഴുത്തച്ഛനെ കണ്ട് വിവരമൊക്കെ പറഞ്ഞു. ഉടനെ മാക്കു എഴുത്തച്ഛൻ പറഞ്ഞു, ആ ശരിയാക്കാം. ഒരു 12 പറ മലരും 108 കൊട്ടത്തേങ്ങയും 3 തുലാം ശർക്കരയും ഒരു 1008 കദളിപ്പഴവും അവിടെ ശേഖരിച്ചു വയ്ക്കുക. എന്നിട്ട് അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു രാത്രി അവിടെ നിന്ന് എല്ലാവരും എവിടെയെങ്കിലും മാറി താമസിക്കുക. ആ രാത്രിയിൽ അവിടെ മനുഷ്യരാരും ഉണ്ടായിരിക്കാൻ പാടില്ല. ഇത്രയുമൊക്കെ തയ്യാറ് ചെയ്തിട്ട് എന്നോട് വിവരം പറയുക. വല്ലതും നിവർത്തി ഉണ്ടാക്കാമോ എന്ന് ഞാനൊന്നു നോക്കാം എന്ന് എഴുത്തച്ഛൻ മേനോനോട് പറയുകയും അപ്രകാരമെല്ലാം തയ്യാറ് ചെയ്തുകൊണ്ട് വിവരം എഴുത്തച്ഛനെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് 18 നാഴിക ഇരുട്ടായപ്പോൾ അവിടെ നിന്ന് 3 നാഴിക ദൂരെ ഭാരതപ്പുഴയിൽ എന്തോ വീണതുപോലെ ഒരു ശബ്ദം കേട്ടു. അങ്ങനെ നേരം വെളുത്തപ്പോൾ ചെല്ലാപ്പുള്ളി മേനോന്റെ നടുമുറ്റത്ത് നിന്നിരുന്ന തൂണ് അവിടെ കാണാനില്ലായിരുന്നു. അത് ഭാരതപ്പുഴയിൽ കിടക്കുന്നതായി കാണുകയും ചെയ്തു. മേനോന്റെ പുരയ്ക്ക് യാതൊരു കേടും പറ്റാതെ ആ തൂണെടുത്തു കൊണ്ടുപോയി ഭാരതപ്പുഴയിലിട്ടത് എഴുത്തച്ഛൻ്റെ സേവാമൂർത്തിയായ ഗണപതിയാണെന്നുള്ളത് വിശേഷിച്ച് എൻ്റെ കഥാപ്രേമികളോട് പറയണമെന്നില്ലല്ലോ. ഈ എഴുത്തച്ഛൻ്റെ പറമ്പിൽ കറിസാമാനങ്ങൾ ധാരാളമായിട്ട് കൃഷി ചെയ്യിക്കുക എന്നുള്ള ഒരു പതിവുണ്ടായിരുന്നു. അവിടെ കള്ളന്മാർ കയറി ചിലപ്പോൾ ചില സാമാനങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി തുടങ്ങിയതിനാൽ വേലക്കാർ ഒരു ദിവസം ആ വിവരം മാക്കു എന്ന എഴുത്തച്ഛനെ അങ്ങോട്ട് ഗ്രഹിപ്പിച്ചു. ആ ആട്ടെ, അതിന് സമാധാനം ഉണ്ടാക്കിക്കോളാം എന്ന് എഴുത്തച്ഛൻ മറുപടി പറയുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രിയിലും കള്ളന്മാർ അവിടെ കയറി ചില സാമാനങ്ങളൊക്കെ അങ്ങോട്ട് മോഷ്ടിച്ചു. എന്നിട്ട് അവർ സാമാനങ്ങളെല്ലാം എഴുത്തച്ഛൻ കിടന്നിരുന്ന കട്ടിലിൻ്റെ അടുക്കൽ കൊണ്ടു ചെന്ന് വച്ചിട്ട് എഴുത്തച്ഛനെ കട്ടിലോടുകൂടി എടുത്തുകൊണ്ട് പുരയ്ക്ക് അങ്ങോട്ട് പ്രദക്ഷിണം വച്ചു തുടങ്ങി. അങ്ങനെ നേരം വെളുത്തു. അപ്പോൾ എഴുത്തച്ഛൻ ഉണരുകയും കള്ളന്മാർ പരമാർത്ഥമെല്ലാം എഴുത്തച്ഛനോട് പറയുകയും എഴുത്തച്ഛനോട് മാപ്പ് ചോദിക്കുകയും ഇനി ഒരിക്കലും ഞങ്ങൾ അവിടെ കയറി യാതൊന്നും മോഷ്ടിക്കില്ലെന്ന് സത്യം ചെയ്യുകയും ചെയ്തു. അത് കേട്ട ഉടനെ എഴുത്തച്ഛൻ പറഞ്ഞു, അയൽവാസികളായ നിങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ വന്ന് ചോദിച്ചാൽ തരുന്നതിന് എനിക്ക് യാതൊരു വിരോധവും ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ രാത്രിയിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ്? ആട്ടെ, ഇനി ഇങ്ങനെ ചെയ്യരുത് എന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ മോഷ്ടിച്ചത് നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ സാമാനങ്ങൾ അവർക്ക് തന്നെ കൊടുത്തയച്ചു. അതിൽ പിന്നെ അവിടെ കള്ളന്മാരുടെ ഉപദ്രവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൂടാണ്ട് പാടത്തു വീട്ടിൽ കേളുമേനോൻ എന്നൊരു ധനികൻ മാക്കു എഴുത്തച്ഛൻ്റെ പ്രാണസ്നേഹിതനായിരുന്നു. അയാൾ മിക്ക സമയവും എഴുത്തച്ഛൻ്റെ അടുക്കൽ തന്നെ ആയിരിക്കും. രാത്രിയിൽ കിടപ്പും അയാൾക്ക് എഴുത്തച്ഛൻ്റെ അടുക്കൽ തന്നെയാണ് പതിവ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കേളുമേനോനെ ഒടിവിദ്യ പ്രയോഗിച്ചു കൊല്ലുവാൻ അയാളുടെ ചില വിരോധികൾ ചില ഒടിയന്മാരെ ചട്ടം കെട്ടി ഏതാനും പണവും കൊടുത്ത് അങ്ങട് ഏർപ്പാട് ചെയ്തു. ഒരു കോലോ ഈർക്കലിയോ എടുത്ത് ഒരു മനുഷ്യൻ്റെ നേരെ കാണിച്ച് ഒരു മന്ത്രം ജപിച്ച് ഒടിച്ചാൽ ആ മനുഷ്യനും ഒടിഞ്ഞ് നിലത്ത് വീണ് മരിക്കും. ഇങ്ങനെ ചെയ്യുന്നതിന് ഒടിവിദ്യ എന്നും ഈ വിദ്യ പ്രയോഗിക്കുന്നവരെ ഒടിയന്മാർ എന്നുമാണ് സാധാരണയായിട്ട് പതിവ്. മുൻകാലങ്ങളിൽ ബ്രിട്ടീഷ് മലബാറിൽ ഒടിയന്മാർ ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ഒടിയന്മാരെ പിടിച്ച് ശിക്ഷിച്ചു തുടങ്ങിയതിനാൽ ഇപ്പോൾ അവിടെ ഒടിയന്മാർ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഈ ഒടിയന്മാർക്ക് ഒടിക്കുകയെന്നും മാട്ടുകയെന്നും 2 തരം വിദ്യകളുണ്ട്. ഒടിവിദ്യയെക്കുറിച്ച് മുൻപ് പറഞ്ഞുല്ലോ. ഈ ഒടിയന്മാര് കാളയായിട്ടും കുതിരയായിട്ടും പട്ടിയായിട്ടും മറ്റും രൂപം ധരിച്ചും
കടമ്പയായിട്ടും രാത്രികാലങ്ങളിൽ വഴിയിൽ പോയി അങ്ങോട്ട് നിൽക്കും. വിരോധികൾ ആ വഴിയെ വന്നാൽ പല വിധത്തിലുള്ള ഉപദ്രവങ്ങളൊക്കെ അങ്ങോട്ട് ഏൽപ്പിക്കും. ഇതിനാണ് മാട്ടുക എന്ന് പറയുന്നത്. എന്നാൽ തെക്കൻ ദിക്കുകളിൽ ഈ വക വിദ്യകൾ നടപ്പില്ലാത്തതിനാലാണ് ഇതിനെക്കുറിച്ച് ഇത്രയും വിവരിച്ചത്. അങ്ങനെ തൻ്റെ വിരോധികൾ തന്നെ കൊല്ലാനായി ഒടിയന്മാരെ ചട്ടം കെട്ടിയിട്ടുണ്ടെന്നുള്ള സംഗതി കേളുമേനോൻ എങ്ങനെയോ മനസ്സിലാക്കി. എന്നു മാത്രല്ല, അയാൾ ഒരു ദിവസം രാത്രിയിൽ അത്താഴം കഴിഞ്ഞ് കിടക്കാനായിട്ട് എഴുത്തച്ഛൻ്റെ വീട്ടിലേക്ക് പോയ സമയത്ത് വഴിയിൽ വച്ച് ഒരു വലിയ കാളയെ കാണി. അത് തന്നെ അകപ്പെടുത്താനായി ഒരു ഒടിയൻ വേഷം മാറി നിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതിനാൽ അയാൾ ആ കാളയുടെ അടുക്കലേക്ക് പോകാതെ സദയം വഴിമാറി ഓടി എഴുത്തച്ഛൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് എഴുത്തച്ഛനെ കണ്ടപ്പോൾ കേളുമേനോൻ എഴുത്തച്ഛനോട് പറഞ്ഞു, അല്ല, നിങ്ങൾ വലിയ മന്ത്രവാദിയും ഞാൻ നിങ്ങളുടെ ഇഷ്ടനുമായിരുന്നിട്ടും രാത്രികാലങ്ങളിൽ ഒടിയന്മാരെ ഭയപ്പെട്ട് നടക്കേണ്ടതായി വന്നിരിക്കുന്നുല്ലോ എന്ന് എഴുത്തച്ഛനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ എഴുത്തച്ഛൻ പറഞ്ഞു, ആ വിഷമിക്കണ്ട, ഇനി അങ്ങനെ വേണ്ടിവരില്ല എന്ന് കേളുമേനോനോടും പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം എഴുത്തച്ഛൻ ഉടനെ എന്തോ ഒരു വിദ്യ പ്രയോഗിച്ചു. കേളുമേനോനെ കൊല്ലാൻ സന്നദ്ധനായിരുന്ന ഒടിയന്മാര് 4 പേരും തൽക്ഷണം എഴുത്തച്ഛൻ്റെ പടിക്കലെത്തി എന്ന് മാത്രമല്ല, അവര് നേരം വെളുക്കുന്നത് വരെ പരസ്പരം അങ്ങട് അടിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്തു. അവരിൽ ഒരാൾ ഒരു പാണനും ശേഷം 3 പേര് അവൻ്റെ കൂട്ടുകാരായ പറയരുമായിരുന്നു. അങ്ങനെ നേരം വെളുത്തപ്പോഴേക്കും അടികൊണ്ട് 4 പേരും ഏറ്റവും അവശരായി തീർന്നു. അപ്പോഴേക്കും എഴുത്തച്ഛൻ പടിക്കൽ ചെന്നു. അപ്പോഴും അവർ പരസ്പരം അടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അത് കണ്ട ഉടനെ എഴുത്തച്ഛൻ അവരോട് പറഞ്ഞു, ഹേയ്, എന്താ ഒരുവിധമൊക്കെ മതിയായോ, സമാധാനായോ എന്ന് ചോദിച്ചു. അത് കേട്ടപാടെ ഒടിയന്മാർ പറഞ്ഞു, എൻ്റെ പൊന്നു തിരുമേനി, രക്ഷിക്കണം, ഞങ്ങൾക്ക് മതിയായി. അടിയങ്ങൾ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ എഴുത്തച്ഛൻ പറഞ്ഞു, ആ, ഇനി നിങ്ങൾ ഈ ദേശത്ത് ഒരിക്കലും ഒടിവിദ്യ പ്രയോഗിക്കുകയില്ലെന്ന് സത്യം ചെയ്താൽ നിങ്ങളെ വിട്ടയക്കാം എന്നു പറഞ്ഞു. അത് കേട്ടപാടെ ആ ഒടിയന്മാർ അപ്രകാരം സത്യം ചെയ്യുകയും എഴുത്തച്ഛൻ ഉടനെ അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ആ സമയത്ത് അവര് പരസ്പരം അടിമതിയാക്കി യഥാപൂർവം പരസ്പര സ്നേഹാകുലന്മാരായി അവിടുന്ന് പോവുകയും ചെയ്തു. ഈ മാക്കു എഴുത്തച്ഛൻ ഒരിക്കൽ മുതുതല പനമ്പറ്റക്കളത്തിൽ നായരുടെ വീട്ടിൽ ഒരു മന്ത്രവാദത്തിനായി പോയപ്പോൾ രാത്രി സമയത്ത് വഴിമധ്യേ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു കടമ്പ കണ്ടു. ആ സ്ഥലത്ത് അതിനു മുമ്പ് ഒരിക്കലും കടമ്പ കണ്ടിട്ടില്ലാത്തതിനാൽ എഴുത്തച്ഛന് സംശയം തോന്നി. അദ്ദേഹം അടുത്ത് ചെന്ന് കയ്യിലുണ്ടായിരുന്ന പിശാങ്കത്തി കൊണ്ട് കടമ്പയുടെ ഒരു പടി മുറിച്ചു. അപ്പോ ആ കടമ്പ ഒരു മനുഷ്യനായി തീർന്നു. അവൻ വാസ്തവത്തിൽ ഒടിയനായ ഒരു പറയനായിരുന്നു എന്നാ പറയണേ. അവൻ എഴുത്തച്ഛനെ കണ്ട ഉടനെ താണു തൊഴുതുകൊണ്ട് പറഞ്ഞു, തമ്പുരാനെ, ക്ഷമിക്കണം, അവിടുന്ന് ഇതിലേ എഴുന്നള്ളുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇതറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. മറ്റൊരാളെ അപായപ്പെടുത്താനാണ് ഈ വിദ്യ ചെയ്തത്. തമ്പുരാനും ഈ ദിക്കിൽ ഇനി മുതൽ സഞ്ചാരമുള്ളതുകൊണ്ട് അടിയങ്ങൾ ഇനി ഒരിക്കലും ഈ പ്രദേശത്ത് ഒടിവിദ്യ പ്രയോഗിക്കില്ല എന്ന് പറഞ്ഞ് അപ്രകാരം സത്യം ചെയ്ത് അവിടെ നിന്ന് പോയി. ഈ എഴുത്തച്ഛൻ്റെ അമ്പലത്തിലെ ഗണപതിയുടെ വിഗ്രഹം പൊന്നുകൊണ്ടുള്ളതാണ്. ആ ബിംബവും അവിടെയുള്ള മറ്റ് സാധനങ്ങളുമെല്ലാം മോഷ്ടിച്ചു കൊണ്ടു പോകുന്നതിനായി ഒരു നവരാത്രി കാലത്ത് ചില കള്ളന്മാർ അവിടെ ചെന്ന് കയറി. അവിടെ ഒരു ഭൃത്യൻ കാവൽ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ കൂർക്കം വലിക്കുന്നത് കേട്ടിട്ട് നല്ല ഉറക്കമാണെന്ന് അറിഞ്ഞിട്ടാണ് അകത്ത് കള്ളന്മാർ കടന്നത്. കള്ളന്മാർ അകത്ത് കയറിയ സമയത്ത് ആ ഭൃത്യന് തന്നെ ആരോ ചൂരൽ വടികൊണ്ട് അടിക്കുന്നതായി തോന്നി. ഉടനെ തന്നെ അവൻ പെട്ടെന്ന് എഴുന്നേറ്റു. അത് കണ്ട് കള്ളന്മാര് പേടിച്ച് ഓടിപ്പോവുകയും ചെയ്തു. അവർക്ക്
ഒന്നും മോഷ്ടിച്ചു കൊണ്ടുപോവാൻ സാധിച്ചില്ല. അതുകൂടാണ്ട് ഈ മാക്കു എഴുത്തച്ഛൻ്റെ സ്നേഹിതനായ മറ്റൊരാൾ, അതായത് കൊച്ചിക്കാരൻ എരോമമേനോൻ എന്ന് പ്രസിദ്ധനായിട്ട് ഒരു വിഷവൈദ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ സ്ഥിരവാസം ചെമ്പ്രയ്ക്ക് സമീപം ഒരു സ്ഥലത്തായിരുന്നു. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ സമയം ഈ വിഷവൈദ്യനും വേറെ ചില രസികന്മാരും കൂടി എഴുത്തച്ഛൻ്റെ മാളികയിൽ വെടി പറഞ്ഞ് രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സ്ത്രീകൾ അവിടെ അടുത്തുള്ള വഴിയിലൂടെ പോകുന്നത് കണ്ടു. അന്ന് തൃത്താല ക്ഷേത്രത്തിൽ ഉത്സവമായതുകൊണ്ട് ആ സ്ത്രീകൾ കാഴ്ചശിവേലി കാണാൻ പോവുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ വിഷവൈദ്യൻ മേനോൻ എഴുത്തച്ഛനോട് ചോദിച്ചു, ഹേയ്, ഈ വിഷവൈദ്യന്മാര് മന്ത്രശക്തി കൊണ്ട് പാമ്പുകളെ വരുത്തി വിഷമെടുപ്പിക്കാറുണ്ട്. അതുപോലെ എഴുത്തച്ഛന് മന്ത്രശക്തി കൊണ്ട് ആ സ്ത്രീകളെയെല്ലാം ഇവിടെ വരുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചു. അതിന് മറുപടിയായി എഴുത്തച്ഛൻ പറഞ്ഞു, എന്താ ഈ പറയണേ? എന്താ ആഭാസത്തരായി മേനോൻ പറയണേ? ഒരു കാര്യവും കൂടാതെ അന്യ സ്ത്രീകളെ ഇങ്ങോട്ട് വരുത്തുന്നത് മര്യാദയാണോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വിഷവൈദ്യൻ മേനോൻ എഴുത്തച്ഛനോട് ചോദിച്ചു, കാര്യം പിടികിട്ടി. അവരെ ഇവിടെ വരുത്തുക എന്നുള്ളത് അങ്ങേക്ക് അസാധ്യമായതുകൊണ്ടല്ലേ ഈ തത്വജ്ഞാനം പറയണത് എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ എഴുത്തച്ഛൻ അവിടെ ഇരുന്നു കൊണ്ട് ആ സ്ത്രീകളുടെ നേരെ ഒന്ന് നോക്കി. എന്തിനു പറയണു, ആ സ്ത്രീകളെല്ലാം വഴി തെറ്റി എഴുത്തച്ഛൻ്റെ പടിക്കലേക്ക് നടന്നു തുടങ്ങി. അങ്ങനെ ആ സ്ത്രീകൾ അടുത്തു വന്നപ്പോഴാണ് ബഹുരസം. ആ സ്ത്രീകളെല്ലാവരും ഈ വിഷവൈദ്യൻ മേനോൻ്റെ വീട്ടിലുള്ളവർ തന്നെയായിരുന്നു. അവരെ യഥായോഗ്യം സൽക്കരിച്ചയക്കുന്നതിന് എഴുത്തച്ഛൻ സ്വഗൃഹത്തിലുള്ള സ്ത്രീകളെ വിളിച്ച് പറയുകയും വന്ന സ്ത്രീകൾ യാത്രയായപ്പോൾ ഘോഷങ്ങളൊക്കെ കണ്ട് അമ്പലത്തിൽ അധികം താമസിക്കരുത്, നേരം ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ് അയക്കുകയും ചെയ്തു. ആ സമയത്ത് അവിടെ കൂടിയിരുന്നവരെല്ലാം മേനോനെ പരിഹസിക്കുകയും മേനോൻ ഏറ്റവും ഇളഭ്യനായി തീരുകയൊക്കെ ചെയ്തു. തിരുവിതാംകൂർ മഹാരാജവംശത്തെ നശിപ്പിക്കുന്നതിനായി ഒരിക്കൽ ചില ശത്രുക്കൾ ആഭിചാരക്കാരെ കൊണ്ട് ചില മരണദേവതകളെ വിടിവിച്ചു. ആ ബാധകളുടെ ഉപദ്രവം അവിടെ ദുസ്സഹമായി തീർന്നപ്പോൾ പലരെ കൊണ്ടും പല മന്ത്രവാദങ്ങൾ ചെയ്യിച്ചിട്ട് ഒരു ഫലവും ഉണ്ടായില്ല. ഒടുക്കം കൽപ്പന പ്രകാരം മാക്കു എഴുത്തച്ഛനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. എഴുത്തച്ഛൻ ചുരുക്കത്തിൽ 3 ദിവസത്തെ മന്ത്രവാദം കൊണ്ട് ആ ബാധകളെ ഒഴിച്ചു. പിണിയാളിരുത്തി തുള്ളിച്ച് സത്യം ചെയ്യിച്ചാണ് എഴുത്തച്ഛൻ ആ ദേവതകളെ ഒഴിച്ചു വിട്ടത്. മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് വളരെ സന്തോഷിച്ച് എഴുത്തച്ഛൻ്റെ 2 കൈക്കും വീരശൃംഖലയും മറ്റും കൊടുത്ത് സബഹുമാനം അങ്ങോട്ട് പറഞ്ഞയച്ചു. ഇങ്ങനെ മാക്കു എഴുത്തച്ഛൻ്റെ അത്ഭുത കർമ്മങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ അവസാനമില്ലാണ്ടുണ്ട്. മുഴുവനും പറഞ്ഞു തീർക്കുന്ന കാര്യം അസാധ്യമായതുകൊണ്ട് ഞാൻ തൽക്കാലം അതിനായിട്ട് തുനിയണില്ല. മാക്കു എഴുത്തച്ഛൻ്റെ ശിഷ്യനായ കുഞ്ഞുണ്ണി എഴുത്തച്ഛൻ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം വലിയ മന്ത്രവാദി, അനേകം അത്ഭുതകർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആളുമായിരുന്നു. ഈ കുഞ്ഞുണ്ണി എഴുത്തച്ഛൻ ഒരിക്കൽ ഒരു കിണർ കെട്ടിച്ചപ്പോൾ അതിന് പാലം വയ്ക്കുന്നതിനായി ഒരു കരിങ്കല്ല് എടുത്തുകൊണ്ടുവരാൻ സ്വന്തം ഭൃത്യന്മാരായ 2 പേരെയും 5-8 കൂലിക്കാരെയും കൂട്ടി പറഞ്ഞയച്ചു. കല്ല് 2-3 പറമ്പിട അകലെയാണ് കിടന്നിരുന്നത്. അതിന് വളരെ നീളവും വീതിയും കനവും ഉണ്ടായിരുന്നു. അയക്കപ്പെട്ടവരെ ചെന്ന് പിടിച്ച് നോക്കിയിട്ട് കല്ലൊന്ന് ഇളക്കാൻ പോലും സാധിച്ചില്ല. ആ വിവരം ഭൃത്യന്മാർ എഴുത്തച്ഛൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എഴുത്തച്ഛൻ പറഞ്ഞു, എന്നാ ഞാൻ വരാം, നിങ്ങൾ 2 പേര് മാത്രം എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞ് എഴുത്തച്ഛൻ ഒരു മുളവടിയും എടുത്തുകൊണ്ട് ആ ഭൃത്യന്മാരുടെ കൂടെ പോയി. അങ്ങനെ കല്ലു കിടന്ന സ്ഥലത്ത് ചെന്ന് എഴുത്തച്ഛൻ മുളവടി കൊണ്ട് കല്ലിന്മേലൊന്ന് തൊട്ടു. എന്നിട്ട് പറഞ്ഞു, ഇനി ഈ കല്ലൊന്ന് എടുത്തു നോക്കുക എന്ന് ഭൃത്യന്മാരോട് പറഞ്ഞു. അവർ 2 പേരും കൂടി ആ കല്ല് നിഷ്പ്രയാസമെടുക്കുകയും എഴുത്തച്ഛൻ ആ മുളവടി കൊണ്ട് കല്ലിന്മേൽ തൊട്ടുകൊണ്ടിരിക്കുകയും അങ്ങനെ ആ കല്ല് അനായാസേന എഴുത്തച്ഛൻ
വീട്ടിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തു. ഈ എഴുത്തച്ഛനും ഗണപതിയെ സേവിച്ച് പ്രത്യക്ഷമാക്കിയിട്ടുള്ള ആളായിരുന്നു. ഈ കുഞ്ഞുണ്ണി എഴുത്തച്ഛൻ മരിച്ചിട്ട് ഏതാണ്ട് ഒരു 90 വർഷേ ഇപ്പം ആയിട്ടുള്ളൂ. ഈ കുഞ്ഞുണ്ണി എഴുത്തച്ഛൻ്റെ മകനായി കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹവും വലിയ മന്ത്രവാദിയായിരുന്നു. ഈ എഴുത്തച്ഛൻ്റെ വീടിന് സമീപം ഒരു മനയ്ക്കല് ഒരു കുടിവയ്പ് അടിയന്തരത്തിന് ക്ഷണിച്ചിരുന്നത് കൊണ്ട് കൃഷ്ണൻ എഴുത്തച്ഛനും അവിടെ പോയിരുന്നു. അതൊരു കടുത്ത വേനൽക്കാലത്തായിരുന്നതുകൊണ്ട് മഴയുണ്ടാവില്ല എന്ന് വിചാരിച്ച് സദ്യയ്ക്ക് ഇല വയ്ക്കുന്നതിന് മുറ്റത്ത് പന്തലാണ് ഇട്ടിരുന്നത്. സദ്യയ്ക്ക് ഇല വയ്ക്കാറായപ്പോൾ ഇടിയും മിന്നലും മഴക്കാരും അങ്ങോട്ട് കലശലാവുകയും ഉടനെ മഴ തുടങ്ങുന്നതിനുള്ള ലക്ഷണങ്ങളെല്ലാം കണ്ടു തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അവിടെ കൂടിയിരുന്നവരും ഇല്ലത്തുള്ളവരുമെല്ലാം ഏറ്റവും വിഷണ്ണരായി തീർന്നു. ഗൃഹസ്ഥൻ നമ്പൂരി എഴുത്തച്ഛൻ്റെ അടുക്കൽ ചെന്ന്, കാര്യം വലിയ വിഷമായില്ലോ എഴുത്തച്ഛ, ഇതിന് എഴുത്തച്ഛൻ എന്തെങ്കിലും നിവർത്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ എഴുത്തച്ഛൻ സ്വന്തം ഗൃഹത്തിൽ പോയി ഒരു ഗ്രന്ഥം എടുത്തുകൊണ്ടുവന്ന് അഴിച്ച് 2 പകുത്ത് പന്തലിൻ്റെ മുകളിൽ വച്ചു. വലിയ അത്ഭുതം എന്ന് തന്നെ പറയണല്ലോ. ആ ഇല്ലപ്പറമ്പിൻ്റെ അതിരുവരെ 4 വശങ്ങളിലും അതികലശലായി മഴ പെയ്തു. അവിടെ മാത്രം പെയ്തില്ല. എല്ലാവരും വളരെ വിസ്മയിച്ചു. സന്തോഷത്തോടുകൂടി നമ്പൂരി എഴുത്തച്ഛനെ യഥേഷ്ടം ഊണ് കഴിപ്പിച്ച് ചില സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അങ്ങോട്ട് സന്തോഷിപ്പിച്ചയച്ചു. വിദ്വാൻ മാനവിക്രമൻ ഏട്ടൻ തമ്പുരാൻ എന്ന് പ്രസിദ്ധനായിരുന്ന തീപ്പെട്ടു പോയ സാമൂതിരിപ്പാടു തിരുമനസിലേക്കുണ്ടായിരുന്ന കാസരോഗം ഇദ്ദേഹമാണ് ഭേദപ്പെടുത്തിയത്. ഇദ്ദേഹത്തിന് വൈദ്യം ഉണ്ടായിരുന്നു. ഒരു സ്വജനഗൃഹത്തിൽ കല്യാണത്തിന് കിണ്ടി പോരാതെ ഇരുന്നതുകൊണ്ട് ആ വീട്ടുകാർ 5-8 കിണ്ടിക്കായി കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ അടുക്കലേക്ക് ആളെ അയച്ചു. ആ ചെന്ന ആളോട് എഴുത്തച്ഛൻ പറഞ്ഞു, കിണ്ടി അവിടെയുള്ളത് കൊണ്ട് തന്നെ മതിയാവും, പോരെങ്കിൽ ഞാൻ അവിടെ വരുമ്പോൾ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ആ വന്ന ആളെയൊക്കെ അങ്ങോട്ട് മടക്കി അയച്ചു. അങ്ങനെ എഴുത്തച്ഛൻ കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ എങ്ങനെയോ എന്തോ അവിടെ വേണ്ടതിലധികം കിണ്ടി കാണപ്പെട്ടു. ഈ എഴുത്തച്ഛൻ വലിയ കാളഭ്രാന്തനായിരുന്നു. നല്ല കാള എവിടെയുണ്ടെന്ന് കേട്ടാലും എന്ത് വില കൊടുത്തും അദ്ദേഹം വാങ്ങും. ഒരിക്കൽ അദ്ദേഹം വലിയ വില കൊടുത്ത് 2 കാളകളെ വാങ്ങി. കണ്ടത്തിൽ പൂട്ടാനായി അവയെ കൊണ്ടുപോയി നുകം വച്ച് കെട്ടിയപ്പോൾ 2 കാളകളും കിടന്നു. പൂട്ടുകാര് പഠിച്ച വിദ്യകളൊക്കെ പ്രയോഗിച്ചു നോക്കിയിട്ടും കാളകളെ എണീപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈ ശവങ്ങൾക്ക് ഇത്ര വളരെ വില കൊടുത്ത് ഇദ്ദേഹം വാങ്ങിയല്ലോ, ഇത് മഹാകഷ്ടായിപ്പോയി എന്ന് പറഞ്ഞ് കണ്ടു നിന്നവരെല്ലാം പരിഹസിച്ച് ചിരിച്ചു. ആ സമയത്ത് എഴുത്തച്ഛൻ ഒരു പുല്ലു പറിച്ചെടുത്തുകൊണ്ട് അങ്ങോട്ട് ചെന്ന് ആ പുല്ലുകൊണ്ട് 2 കാളകൾക്കും ഓരോ അടി വച്ചു കൊടുത്തു. കാളകള് ഉടനെ തന്നെ ചാടി എണീറ്റ് നടന്നു തുടങ്ങുകയും ചെയ്തു. അതിൽ പിന്നെ ആ കാളകള് പൂട്ടാൻ കൊണ്ടുചെന്നു കെട്ടിയാൽ ഒരിക്കലും കിടക്കാറില്ല. ചെമ്പ്രദേശത്ത് തന്നെയുള്ള ഒരു വാര്യരുടെ ബ്രഹ്മരക്ഷസിനെ ഒഴിക്കാൻ വേണ്ടുന്ന ഉപകരണങ്ങൾക്ക് എഴുത്തച്ഛൻ ചാർത്തു കൊടുക്കുകയും വാര്യത്തുള്ളവര് സാമാനങ്ങളെല്ലാം ശേഖരിച്ചു വയ്ക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ശേഷം കൃഷ്ണൻ എഴുത്തച്ഛൻ അവിടെ ചെന്ന് ചില പൂജകളും ഹോമങ്ങളും മറ്റും അങ്ങോട്ട് ആരംഭിച്ചു. ഒരു ചക്രം വരച്ച് അതിൽ ഒരു തൂശനില വച്ചിട്ട് രക്ഷസ് ബാധിച്ചിട്ടുള്ള വാര്യരെ കൊണ്ടുവന്ന് ആ ഇലയിൽ ഇരുത്താൻ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഇണങ്ങിയും പിണങ്ങിയും പല വിധത്തിൽ പറഞ്ഞു നോക്കിയിട്ടും വാര്യര് ആ ഇലയിൽ ചെന്നിരുന്നില്ല. ബലത്തോടുകൂടി പിടിച്ചു കൊണ്ടുപോകാനായി ശ്രമിച്ചപ്പോൾ വാര്യര് ശവം പോലെ നിശ്ചേഷ്ടനായി കിടന്നു കളഞ്ഞു. അങ്ങനെ ഒരു നിവൃത്തിയും ഇല്ലാന്നായപ്പോൾ പൂജ കഴിച്ചുകൊണ്ടിരുന്ന എഴുത്തച്ഛൻ്റെ അടുക്കൽ ചെന്ന് വിവരമൊക്കെ പറഞ്ഞു. എഴുത്തച്ഛൻ ഉടനെ ഒരു പിടി അരിയും പൂവും വാരിയെടുത്ത് ജപിച്ചു കൊടുത്ത് അത് ആ വാര്യരുടെ ശിരസിൽ കൊണ്ട് ചെന്നിടാൻ പറഞ്ഞു. അരിയും പൂവും ശിരസിലിട്ട ക്ഷണത്തിൽ വാര്യരെണീറ്റ് ആ തൂശനിലയിൽ ചെന്നിരുന്നു. അങ്ങനെ എഴുത്തച്ഛൻ ഭസ്മം ജപിച്ചിട്ടപ്പോൾ വാര്യര് തുള്ളിയും രക്ഷസ്
സത്യം ചെയ്ത് ഒഴിഞ്ഞു പോവുകയും ചെയ്തു. ഈ കൃഷ്ണനെഴുത്തച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 60 കൊല്ലേ ആയിട്ടുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ മകനാണ് പിന്നീട് അവസാനം തറവാട്ടിൽ കാരണവരായിരുന്ന കുഞ്ചുവെഴുത്തച്ഛൻ. അദ്ദേഹവും നല്ല മന്ത്രവാദിയാണ്. ചെമ്പ്രത്തെ എഴുത്തച്ഛന്മാർ മന്ത്രവാദം ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ അവരുടെ പരദേവതകൾക്ക് വഴിപാടായി 6 അണ അവിടെ കൊടുക്കണം. ഇത് മുൻപിനാലെയുള്ള പതിവാണ്. പിന്നീട് വല്ലതും കൊടുത്താലും ഒന്നും കൊടുത്തില്ലെങ്കിലും യാതൊരു വിരോധവുമില്ല. ഈ മാക്കു എഴുത്തച്ഛൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ പഠിപ്പുരമാളികയിൽ ദിവസം പ്രതി അനേകം യോഗ്യന്മാരൊക്കെ വന്നുകൂടി മൃദംഗവായന, വീണവായന, പാട്ട് മുതലായവയും ചതുരംഗക്കളി, ചെപ്പടി വിദ്യ മുതലായവയും പതിവായിരുന്നു. ഇത് കൂടാതെ എഴുത്തച്ഛൻ ശ്രീകൃഷ്ണൻ്റെ ഒരു ചിത്രം വച്ച് അതിൻ്റെ മുൻപിലിരുന്ന് പതിവായി ഭാഗവതം വായിക്കുകയും ചെയ്തിരുന്നു. ആ ചിത്രം ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഭാഗവത പാരായണം ഇപ്പോഴും അവിടെ പതിവായി നടത്തി വരണമുണ്ട്. ഇനി ബഹുരസതല്ല, കാലക്രമം കൊണ്ട് ആ ചിത്രത്തിന് ഭഗവത് സാന്നിധ്യമുണ്ടായിത്തീരുകയാൽ ആ മാളികയിൽ രാത്രികാലങ്ങളിൽ ചില ദിവ്യന്മാർ വന്നു പോകുന്നുണ്ട് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ആ പഠിപ്പുര മാളികയിൽ രാത്രിയിൽ മനുഷ്യരാരും കിടക്കാറില്ല. അവിടെ കിടന്നുറങ്ങുന്നവരെ ആരോ ഉരുട്ടി താഴെ ഇടുമെന്നുള്ളത് തീർച്ചയാണ്. മുൻകാലങ്ങളിൽ രാത്രിയിൽ ചിലപ്പോൾ ആ മാളികയിൽ പാട്ടും വീണവായനയും മറ്റും കേൾക്കാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഇപ്പോഴും ചിലപ്പോൾ ഇതൊക്കെ കേൾക്കാറുണ്ട്. അത് ഞായർ, ചൊവ്വ, വെള്ളി ഈ ആഴ്ചകളിലാണ് സാധാരണയായി കേൾക്കാറുള്ളത്. ചെമ്പ്ര എഴുത്തച്ഛൻ എന്ന രസകരമായ ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.